ഹായ് കൂട്ടുകാരെ. അപ്പൊ മെറീന ബീച്ചിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ലാട്ടാ. ഇത് നമ്മുടെ അവിടെ വെച്ചിട്ട് നമ്മുടെ കടപ്പുറത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു അമ്മാവനാ. പിന്നെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. നല്ല ആളുകളാട്ടാ കടപ്പുറത്തുള്ളവര്. അയ്യോ, സംസാരിച്ചപ്പോ തന്നെ ഭയങ്കര സന്തോഷായി. പുള്ളി എന്നോട് ചോദിച്ചു, ചായ വേണോ മോളെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വേണ്ട അണ്ണാന്ന് പറഞ്ഞു. പിന്നെ രജനികാന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതലും ആളോട് സംസാരിക്കുന്നത്. രജനികാന്ത് ഈ വഴിക്ക് വരാറുണ്ടോ, പിന്നെ അണ്ണൻ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ പഴയ കഥകളൊക്കെ അണ്ണൻ എന്നോട് പറയാട്ടാ. ഭയങ്കര എന്തോ ഒരു സന്തോഷം. ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വിജയണ്ണന്റെ വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കടപ്പുറത്തുനിന്ന് കുറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ അണ്ണൻ വലയിന്ന് വേർതിരിച്ചെടുക്കുക. അപ്പൊ കുറെ മീനുകളുണ്ട്. പേരെന്താന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞണ്ടുണ്ട്, പിന്നെ കക്കയുണ്ട്, പിന്നെന്തോ അയില, ചൂരക്കണ്ണി, അങ്ങനെ എന്തോ മീനാന്ന് തോന്നുന്നു കേട്ടാ. പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഞണ്ടിനെ തന്നെ. അപ്പോൾ ചേട്ടന്മാരതൊക്കെ ഓരോ കൊട്ടയിലാക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ കൊട്ടയിൽ നിന്ന് കക്കയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ. കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർ ആ പണിയുടെ ഇടയിലാട്ടാ. പക്ഷെ നല്ല നല്ല ചേട്ടന്മാരായിരുന്നു എല്ലാവരും. അപ്പൊ ദേ അവര് പതിയെ അതൊക്കെ എടുത്ത് ദേ പോയിക്കൊണ്ടിരിക്കട്ടാ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അണ്ണനോട് കുറേ സംസാരിച്ചു. അപ്പോൾ അവിടെ കണ്ട ഓരോ പാത്രത്തിലും അവർ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ആയതും വേസ്റ്റ് അല്ലാത്തതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല ഫ്രഷ് മീനുകളാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ വാങ്ങി കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നാട്ടിലെത്തുമ്പോഴേക്കും അത് ചീഞ്ഞ് നാശമാവും. അതുകൊണ്ട് തോന്നിയില്ല. കണ്ടപ്പോൾ തോന്നി വാങ്ങണം എന്നൊക്കെ. നല്ല പിന്നെ കക്ക, ശംഖിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ശംഖിനെയൊക്കെ നോക്കി നിന്നു. ജീവനുള്ളതുണ്ട്. അപ്പൊ ജീവനുള്ള ശംഖിനെ ഞാൻ എടുത്ത് കൈ പിടിച്ചു വിട്ടാ. എന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇതെന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പുള്ളി അതിനുള്ള മറുപടി തരുന്നുണ്ട് കേട്ടാ. അതിൻ്റെ ഇടയിൽ ജോലി ചെയ്യണുണ്ട്. അപ്പൊ ദേ വേറൊരു ശംഖും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ജീവുള്ള ശംഖിനെയൊക്കെ കാണുന്നത്. അപ്പൊ ഇതിന് ജീവനുണ്ട് കേട്ടാ. ചെറുതായിട്ട് കാണാം. തിരിച്ചു പിടിച്ചപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കൈയും കാലൊക്കെ ഇട്ട് ഇതേ കണ്ട ചെറുതായിട്ടൊന്ന് അനക്കണൊക്കെ ഉണ്ട് പുള്ളി. കണ്ടാ, ഒരു പ്രത്യേകതരം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ ഇത് കാണുന്നത്. ഇപ്പൊ നിങ്ങളും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമിൽ കാണുന്നതുകൊണ്ട് നിങ്ങളെയും അത് കാണിച്ചു തന്നു മാത്രം. പിന്നെ ദേ ഇങ്ങനെ പതിയെ അവിടെ തന്നെ വെച്ചു. പിന്നെ അവിടെ ഇവിടെയും മീനുകളൊക്കെ കിടക്കുന്നുണ്ട് ട്ടാ. വലയിന്ന് വീണ മീനുകൾ. അതൊക്കെ പട്ടികൾക്ക് ഇട്ട് കൊടുക്കുക അവര്. കാക്കകള് പോരാത്തതിനുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആമകളെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ ആ ചേട്ടന്മാരോട് സംസാരിച്ചു. അപ്പൊ ചില ആമകളൊക്കെ കരയ്ക്ക് വരുമ്പോൾ ജീവനുള്ളതാണെങ്കിൽ അവര് തന്നെ പിടിച്ച് കടലിലേക്ക് തന്നെ പറഞ്ഞയക്കാറുണ്ട്. പിന്നെ ദേ ഒരു മീനുകളാണ് ട്ടാ. തെരണ്ടീരൊക്കെ പോലെ തോന്നി. എനിക്ക് പേരെന്താന്ന് മനസ്സിലായില്ല. പുള്ളിയോട് ചോദിച്ചു, എന്നാലും എനിക്ക് മനസ്സിലായില്ല. ഇതാണ് ട്ടാ ഒരു തെരണ്ടീരൊക്കെ ഒരു ഏകദേശം ഷൈപ്പ്. അപ്പൊ ഞാൻ ദേ പിടിച്ചിങ്ങനെ കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് ഒരു പ്രത്യേകതരം ഒരു മീന്. ഇപ്പൊ ജീവനൊന്നും ഇല്ല കേട്ടോ അതിന്. അപ്പൊ ഞാൻ അവിടെ തന്നെ വെച്ചു. അങ്ങനെ പിന്നെ ഓരോ മീനുകളും പിന്നെ കടലിൽ നിന്ന് പോയി വന്ന ബോട്ട് അവര് ഇതേ കയറൊക്കെ ഉപയോഗിച്ച് അത് കെട്ടി കരയ്ക്ക് വലിച്ച് കയറ്റണ്ട. അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വണ്ടിയും ഉണ്ട്. അപ്പൊ ദേ നമ്മുടെ അടുത്ത് സംസാരിച്ച ചേട്ടനാണ് ട്ടാ. ദേ അതൊക്കെ കെട്ടി സെറ്റാക്കി ഇനി ദേ വലിയ വണ്ടി ഉപയോഗിച്ച് വലിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈ അമ്മാവനും ഓക്കെ ഒക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വലിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പൊ ദേ വലിച്ച് പതിയെ പതിയെ വലിച്ച് ദേ കരയ്ക്ക് അടുപ്പിക്കണ്ട. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമിലാ കാണുന്നത്. നമ്മൾ മീൻ കഴിക്കുമ്പോൾ എന്താല്ലേ, പക്ഷെ ഇത്രയും അവര് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ എത്തിക്കണെന്ന് ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് ഇതൊരു എന്താ പറയാ, ഭയങ്കര ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. എനിക്ക് ശരിക്കും അവരോട് നല്ല റെസ്പെക്റ്റ് തോന്നി. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അത് നേരിട്ട് നമ്മൾ കാണുമ്പോഴും അനുഭവിച്ചറിയുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് കേട്ടാ. ഞാനിത് ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത്. പക്ഷെ നല്ലൊരു സന്തോഷപരമായിട്ടാണ് അവരായാലും എന്നോട് പെരുമാറിയതും ഞാനായാലും അവരോട് പെരുമാറിയതും. ഭയങ്കര എന്താ പറയാ, നല്ലൊരു നമ്മുടെ ഒരു സ്വന്തം ആൾക്കാരെ പോലെയാട്ടാ അവര് ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും. അപ്പൊ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദേ ഞണ്ടിനെ കണ്ടപ്പോ എന്നെ പിടിച്ച് ഇറുക്കി. അണ്ണൻ പറഞ്ഞു തൊടണ്ട, ചിലപ്പോ ഇറുക്കും പറഞ്ഞു. അതേപോലെ തന്നെ ഇറുക്കും ചെയ്തു. അപ്പൊ ഞാൻ ദേ വീണ്ടും അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക പാവം. അങ്ങനെ അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ.